We all have used serial lights for one or other event in our life. What happens to current in other lamps if one lamp in serial light burns out? Picture shows a circuit which is constructed using a 6-watt battery, 3 watts bulb and a switch. നേരത്തെ കാണിച്ച ഡയഗ്രാം പ്രകാരം സർക്യൂട്ട് ഉണ്ടാക്കി സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ 2 ബൾബും തെളിയുന്ന പിക്ചറാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇതേ കമ്പോണൻസ് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു രീതിയിൽ ഈ സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാം. നേരത്തെ ഉപയോഗിച്ച 2 3 വാട്ട്സ് ബൾബുകൾ, ഒരു 6 വാട്ട് ബാറ്ററി ആൻഡ് കീ ഉപയോഗിച്ച് ഇവിടെ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. 2 എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായി രണ്ടാമത്തെ സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തിയത്. Now we have a question. Why do the bulbs in second circuit glow with maximum brightness? Now let's construct another circuit. നേരത്തെ നമ്മൾ ബൾബ് കൊടുത്ത സ്ഥലത്ത് 2 റെസിസ്റ്റൻസുകൾ കൊടുക്കുന്നു. അതായത് 2.2 ഓം റെസിസ്റ്റൻസും ഒരു 1 ഓം റെസിസ്റ്റൻസും. നമ്മൾ ആദ്യം ചെയ്ത സർക്യൂട്ട് പോലെ തന്നെ ഇവിടെ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തത് 2 ബൾബുകളാണ് സീരീസ് ആയിട്ട് കൊടുത്തത്. ഇവിടെ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുക്കുന്നു. അതായത് 2.2 ഓം റെസിസ്റ്റൻസും 1 ഓം റെസിസ്റ്റൻസും. 2.2 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് V1. 1 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ അനദർ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് V2. ഇനി സർക്യൂട്ടിന് മുഴുവനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതർ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് V. സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ടിൻ്റെ എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു അമീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് A. ഇതേ റെസിസ്റ്റൻസസും ബാറ്ററിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനദർ സർക്യൂട്ട് ഉണ്ടാക്കുന്നു. ഇവിടെ 2 റെസിസ്റ്റൻസും 1 ഓം റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. 2.2 ഓം റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അമീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് A1. 1 ഓം റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ, കറണ്ടിൻ്റെ എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് അനദർ അമീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് A2. 2.2 ഓം റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് V. സർക്യൂട്ടിൽ കൂടെയുള്ള ടോട്ടൽ കറണ്ട് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനദർ അമീറ്റർ കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് A. ഈ 2 സർക്യൂട്ടും കൺസ്ട്രക്റ്റ് ചെയ്ത് അതിലെ റീഡിങ്സ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ടേബിളിൽ കാണുന്നത്. 2 റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കൊടുത്തപ്പോൾ V1ൽ കിട്ടിയ വോൾട്ടേജ്, അതായത് വോൾട്ട് മീറ്റർ 1ൽ കിട്ടിയ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.06 വോൾട്ടാണ്. അതായത് R1ന് അക്രോസ് ആയിട്ട് 2.2 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2.06 വോൾട്ടാണ്. ഇനി രണ്ടാമത് വോൾട്ട് മീറ്റർ 2, അതായത് V2ൽ മെഷർ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് 1 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.94 വോൾട്ടാണ്. ഇഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മളൊരു വോൾട്ട് മീറ്റർ V കണക്ട് ചെയ്തിട്ടുണ്ട് സർക്യൂട്ടിന് അക്രോസ് ആയിട്ട്. ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ മെഷർ ചെയ്തത് 3 വോൾട്ടാണ്. അതായത് സീരീസ് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. റെസിസ്റ്റൻസ് സീരീസ് ആയി കൊടുത്തപ്പോൾ 2.2 ഓം റെസിസ്റ്റൻസിനും 1 ഓം റെസിസ്റ്റൻസിൽ കൂടെയും ഉള്ള കറണ്ടിൻ്റെ വാല്യൂ 0.94 ആംപിയർ ആണ്. ഇവിടെ നമ്മൾ 2 റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരേ ഒരു അമീറ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം 2.2 ഓം റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന അതേ കറണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതേ എമൗണ്ട് ഓഫ് കറണ്ട് തന്നെയാണ് 1 ഓം റെസിസ്റ്റൻസിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. ഇനി നമുക്ക് പാരലൽ സർക്യൂട്ടിലെ റീഡിങ്സ് നോക്കാം. പാരലൽ സർക്യൂട്ടിൽ 2.2 ഓം റെസിസ്റ്റൻസിനും 1 ഓം റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ 3 വോൾട്ടാണ്. അതായത് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. ഇനി 2.2 ഓം റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് അമീറ്റർ A1 റീഡ് ചെയ്തത് 1.36 ആംപിയർ ആണ്. അതുപോലെ 1 ഓം റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3 ആംപിയർ ആണ്.
അപ്പോൾ ഇഫക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് 4.36 ആംപിയർ ആണ്. ടേബിളിൽ നിന്ന് മനസ്സിലാവും സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് സർക്യൂട്ടിലെ കറണ്ട് 0.94 ആംപിയർ കിട്ടിയത്. അതുപോലെ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കറണ്ടിൻ്റെ വാല്യൂ 4.36 ആംപിയർ ആണ്. അതായത് സീരീസ് ആയിട്ട് കൊടുത്തപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കുറഞ്ഞു, അതായത് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടി എന്നർത്ഥം. പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കൂടി എന്ന് വെച്ചാൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറഞ്ഞു എന്നർത്ഥം. Now analyze the table and tick the best suited. ഇനി നമുക്ക് ടേബിൾ അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു, 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വാല്യൂ കുറയുന്നതായിട്ട്, അതായത് ആ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്. അതായത് 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇനി സീരീസ് സർക്യൂട്ടിലെ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുന്നതെന്ന് നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടു. നേരത്തെ ടേബിളിലെ റീഡിങ് നോക്കിയാൽ അത് മനസ്സിലാവും. അതുപോലെ ഓരോ റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. R1 കൂടെ പോകുന്ന അതേ കറണ്ട് തന്നെയായിരിക്കും R2 പോകുന്നത്. ഇനി നമുക്ക് പാരലൽ സർക്യൂട്ട് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടു, പാരലൽ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും എന്ന് വെച്ചാൽ അതിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തു എന്നർത്ഥം. സിമിലർലി ഇവിടെ 2 റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും നേരത്തെ ടേബിളിൽ നിന്ന്. അതുപോലെ ഓരോ റെസിസ്റ്റൻസിനും കൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. R1 കൂടെ പോകുന്ന കറണ്ടല്ല R2 പോകുന്നത്. അപ്പോൾ എന്താണ് സീരീസ് കണക്ഷൻ എന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു സർക്യൂട്ടിന് പുറകെ മറ്റ് റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സീരീസ് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് when a circuit is completed by connecting the resistors one after the other, it is called series connection. When resistors are connected like this, the effective resistance increases. When resistors are connected in series, potential difference gets divided. That is, total potential difference across the circuit V is equal to V1 plus V2. അതായത് സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് V1, പ്ലസ് R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് V2. Therefore, we can say that V is equal to V1 plus V2. നമുക്കറിയാം സീരീസ് കണക്ഷനിലെ ഓരോ റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് R1 കൂടെ പോകുന്ന അതേ എമൗണ്ട് ഓഫ് കറണ്ട് തന്നെയായിരിക്കും R2 കൂടെയും പോകുന്നത്. അതായത് R1 കൂടെയുള്ള കറണ്ടും R2 കൂടെയുള്ള കറണ്ടും സെയിം ആയിരിക്കും. നമുക്ക് I എന്ന ലെറ്റർ വെച്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ഈസ് ഇക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അത് പ്രകാരം R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V1 ഈസ് ഇക്വൽ ടു കറണ്ട് ത്രൂ R1 ഇൻറ്റു റെസിസ്റ്റൻസ്. അതായത് V1 ഈസ് ഇക്വൽ ടു I ഇൻറ്റു R1 ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ അക്രോസ് R2 എന്ന് പറയുന്നത് V2 ഈസ് ഇക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് V2 ഈസ് ഇക്വൽ ടു I ഇൻറ്റു R2 ആണ്. ഓംസ് ലോ പ്രകാരം സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് V ഈസ് ഇക്വൽ ടു I ഇൻറ്റു R ആണ്. ഇവിടെ R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട V ഈസ് ഇക്വൽ ടു V1 പ്ലസ് V2 എന്ന ഇക്വേഷനിലോട്ട് Vക്ക് പകരം I ഇൻറ്റു R എന്നും V1 പകരം I ഇൻറ്റു R1 എന്നും V2 പകരം I ഇൻറ്റു R2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് I ഇൻറ്റു R ഈസ് ഇക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2. ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ I 2 ടേമിലും കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ I കോമൺ ആയിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ്
I into R is equal to I into R1 plus R2. രണ്ട് സൈഡിലും I ഉള്ളത് കൊണ്ട് അവ രണ്ടും ക്യാൻസലായി പോകുന്നു. Therefore we will get R is equal to R1 plus R2. അതായത് നമ്മുടെ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് അതിലെ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയ R1ൻ്റെയും R2ൻ്റെയും സം ആയിരിക്കും. അതായത് ഒരു സീരീസ് സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിരിക്കും. അതായത് നമ്മൾ എത്ര റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ ആ റെസിസ്റ്റൻസിൻ്റെ എല്ലാം സം ആയിരിക്കും നമ്മുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ എ സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ 3 റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, R1, R2 ആൻഡ് R3. ഈ 3 റെസിസ്റ്റൻസും ഇവിടെ സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 റെസിസ്റ്റൻസിൻ്റെയും സം ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഇക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ സ്ക്രീൻ. ഈ സർക്യൂട്ടിൽ R1, R2, R3 ആൻഡ് R4 എന്ന് പറയുന്ന 4 സർക്യൂട്ട് സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഇക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4. വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് സർക്യൂട്ട്? ഈ സർക്യൂട്ടിൽ 5 റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് R1 ഈസ് ഇക്വൽ ടു 20 ഓം, R2 ഈസ് ഇക്വൽ ടു 20 ഓം, R3 ഈസ് ഇക്വൽ ടു 20 ഓം, R4 ഈസ് ഇക്വൽ ടു 20 ഓം ആൻഡ് R5 ഈസ് ഇക്വൽ ടു 10 ഓം. ഈ 5 റെസിസ്റ്റൻസും സീരീസ് ആയിട്ടാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. Therefore we can say that effective resistance of this circuit is equal to R1 plus R2 plus R3 plus R4 plus R5. അതായത് 20 ഓം പ്ലസ് 20 ohm plus 20 ohm plus 20 ohm plus 10 ohm is equal to 90 ohm. ഈ സർക്യൂട്ടിലും 4 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് R1 is equal to 10 ohm, R2 is equal to 2.2 ohm, R3 is equal to 3.3 ohm, R4 is equal to 30 ohm. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 ആയിരിക്കും. അതായത് 10 ഓം പ്ലസ് 2.2 ഓം പ്ലസ് 3.3 ഓം പ്ലസ് 30 ഓം ആയിരിക്കും. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 45.5 ഓം. അതായത് ഈ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 45.5 ഓം ആയിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിനൊപ്പം ചോദിച്ചൊരു ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു കറണ്ട് ഇൻ അതർ ലാംപ്സ് ഇഫ് വൺ ലാമ്പ് ഇൻ എ സീരീസ് സർക്യൂട്ട് ബേൺസ് ഔട്ട്? അതായത് നമ്മൾ ക്രിസ്മസിനും മറ്റ് സെലിബ്രേഷനും ഉപയോഗിക്കുന്ന സീരിയൽ ബൾബിൻ്റെ ഏതെങ്കിലും ഒരു ബൾബ് ബേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബൾബിന് എന്ത് സംഭവിക്കുമായിരിക്കും എന്ന്. സീരിയൽ ബൾബിനെ അല്ലെങ്കിൽ സീരീസ് സർക്യൂട്ടിനെ നമുക്ക് സീരീസ് ഓഫ് ബ്രിഡ്ജസ് ആയിട്ട് അനുമാനിക്കാം. അതായത് ഓരോ ബ്രിഡ്ജും ഓരോ റെസിസ്റ്ററിനെയോ അല്ലെങ്കിൽ ബൾബിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിലൂടെ പോകുന്ന വിദ്യാർത്ഥികളെ നമുക്ക് ചാർജസ് ആയിട്ട് അനുമാനിക്കാം, അതായത് കറണ്ടായിട്ട്. ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു കരയിൽ നിന്ന് അക്കരയിലോട്ട് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് പോകാൻ സാധിക്കുമോ? ഇതുപോലെ തന്നെയാണ് സീരീസ് സർക്യൂട്ടിലെ കറണ്ടിൻ്റെ കാര്യവും. സീരീസ് സർക്യൂട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, കറണ്ട് നിൽക്കും. അതായത് നമ്മുടെ സീരീസ് സർക്യൂട്ടിലെ പാത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആകും. അതായത് ഒരു ബൾബും ഒരു ലാമ്പും ലൈറ്റ് തരത്തില്ലെന്നർത്ഥം. അതായത് ദ പാത്ത് ടു ദ കറണ്ട് വിൽ ബ്രേക്ക് ആൻഡ് കറണ്ട് വിൽ സീസ്, ഓൾ ലാംപ്സ് വിൽ ഗോ ഔട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് when a circuit is completed by connecting the resistors one after the other, it is called series connection.
When resistors are connected like this, the effective resistance increases. That is, effective resistance എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ സം ആയിരിക്കും.